ഇന്ത്യ തുർക്കിക്കും അസർബൈജാനും എതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ ഒരു പശ്ചാത്തലം നമുക്കറിയാമല്ലോ. ആ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാനാകുമോ? ഒരു ഔദ്യോഗികമായി ഭാരത സർക്കാർ ഒരു ഗൈഡ് ലൈൻ ഇറക്കിയോ അല്ലെങ്കിൽ ഒരു അഡ്വൈസറി ഇറക്കി, സാധാരണ അങ്ങനെയാണ് ഈ ഒരു വിസിറ്റൊക്കെ പറയുന്ന ഒരു അഡ്വൈസറി മുന്നറിയിപ്പോ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല ഇതുവരെ എൻ്റെ അറിവിൽ. പക്ഷേ ഇതൊരു എന്താ പറയുന്ന ഒരു എക്കണോമിക് നാഷണലിസം, ഒരു ന്യൂ ഇന്ത്യയുടെ ഒരു പുതിയ ഭാരതത്തിൻ്റെ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു നാഷണലിസത്തിൻ്റെ ഉണർവ് കാണിക്കുന്നതാണ്. കാരണം തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ബാക്കു, അങ്കാറ ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസം പ്രൊമോഷൻ നടക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ പറയുന്ന ടൂറിസം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ടർക്കിയിലേക്ക് പോകുന്നതിനെ പറ്റിയും അതിൻ്റെ പാക്കേജുകളെ പറ്റിയൊക്കെ നല്ല ഒരുപാട് പ്രൊമോഷൻസ് നടക്കാറുണ്ട്. ഭാരതത്തിൽ ഇന്ന് ആളുകൾ ടൂറിസത്തിന് ഒരുപാട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ ഒരു ബെറ്റർ സാമ്പത്തിക സ്ഥിതി വന്നിരുന്നു. അപ്പോൾ ആളുകൾക്ക് സ്പെൻഡിങ് കപ്പാസിറ്റി കൂടി. അപ്പോൾ നാച്ചുറലായിട്ട് പാകിസ്ഥാനുമായി ഒരു യുദ്ധം നടക്കുമ്പോൾ ഓപ്പണായിട്ട് തുർക്കിയും അസർബൈജാനും സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല, തുർക്കി അവരുടെ ഡ്രോണുകൾ ഇഫക്റ്റീവ് അല്ല എങ്കിൽ പോലും ഇതൊന്നും നമ്മുടെ അതിർത്തിയുടെ അടുത്ത് പോലും വരാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ആക്ട് ചെയ്തു എന്നുള്ളത് ഭാരതത്തിലെ ജനത ഒരിക്കലും ഒരു മാപ്പ് നൽകുന്ന രീതിയല്ല, ഒരു മറക്കില്ല പൊറുക്കില്ല. അപ്പോൾ ഇത് ഗവൺമെൻറ് പറഞ്ഞിട്ടല്ല, ഇന്ന് നമ്മുടെ ഒരു നാഷണൽ ആ ഒരു ഉണർവുണ്ടായി. നമ്മുടെ രാഷ്ട്രത്തിന് അഗൻസ്റ്റായിട്ട്, ഭാരതത്തിന് അഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആളുകളെ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇന്ന് നമുക്കറിയാം ഒരു ടൂറിസം എന്ന് പറയുന്ന ഒരു വ്യവസായമായിട്ടാണ് കാണുന്നത്. അതെ, അതൊരു മണി സ്പിന്നറാണ്. അതെ. അപ്പം ഇവിടുന്ന് ഈ പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ എക്കോണമിക്ക് ആക്ച്വലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതെ. അപ്പോൾ ഭാരതീയരുടെ ഒരു ആവറേജ് സ്പെൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 956 അങ്ങനെ ഒറ്റ ഒരു ഫിഗറാണ്. $1000 വരെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് ഭാരതീയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെർ പേഴ്സൺ ഒരാൾ $1000 സ്പെൻഡ് ചെയ്യും. അത് ശരി. അതാണ് ഒരു ഹയർ സ്പെൻഡിങ്. 4 പേരടങ്ങുന്ന ഒരു ഫാമിലി പോയാൽ നിയർലി $4,000 സ്പെൻഡ് വരും. അപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു തുർക്കിയിലെ ഒരു ടൂറിസ്റ്റ്, അതുപോലെ അസർബൈജാനിലെ ടോപ്പ് 5 ടൂറിസ്റ്റുകളിൽ ഒന്ന് ഭാരതീയരാണ്. അപ്പോൾ ഇങ്ങനെ വലിയ തോതിലുള്ളൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരു രാഷ്ട്രത്തിനെ അതിനെ അവഗണിച്ച്, അതായത് പാകിസ്ഥാനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുക. അപ്പം ഇൻഡയറക്റ്റ്ലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് എഗൻസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്കുള്ള സബ്സിഡി ആയിട്ട് വേണം കാണാൻ. അതെ, അത് ഇന്ന് ഭാരതത്തിലെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അപ്പോൾ കൊച്ചിയിൽ ഇന്നൊരു വിഷ്വൽ മീഡിയയിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, വിഷ്ണുപ്രസാദ് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ചാർട്ട് അക്കൗണ്ടൻ്റാണ്. വിഷ്ണുപ്രസാദിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു 10 പേരടങ്ങുന്ന ടർക്കിയിലേക്കുള്ള 6 മാസം മുമ്പ് അദ്ദേഹം പോകാൻ ഉദ്ദേശിച്ചിരുന്നത് ക്യാൻസൽ ചെയ്തു. പെർ പേഴ്സൺ 1 ലക്ഷം രൂപ വെച്ച് നഷ്ടമാണ്. ഇതാണ് ഇന്നത്തെ ഒരു വികാരം. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു പ്ലാൻ, ആ ക്യാൻസലേഷൻ കാരണം പെർ ഹെഡ് 1 ലക്ഷം രൂപ നഷ്ടമാകും. ആ നഷ്ടം ഞങ്ങൾ സഹിച്ചോളാം, ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നില്ല എന്ന് വളരെ ശക്തമായ വികാരമാണെന്ന് ഭാരതീയർക്കുള്ളത്. അപ്പം അദ്ദേഹം ചാർട്ട് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹം വളരെ ഹയർ ലെവലിലുള്ള ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വിഷ്ണു പ്രസാദിനെ പോലുള്ള ആളുകളാണ് ഇന്ന് ട്രാവൽ ചെയ്യുന്നത്. അവർക്ക് ഇന്ന് ഇതിൻ്റെ ഒരു രാഷ്ട്രബോധമുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവർക്ക് ഇതിനൊക്കെ പുറമെ ഒരു നാഷണലിസമുണ്ട്. അത് പണം പോയാൽ പോലും കൃത്യമായൊരു ദേശീയ ബോധം ഇന്ന് ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് ഒരു ഇന്ന് സർക്കാർ ഇതിനു വേണ്ടി ഇടപെട്ടില്ലെങ്കിൽ പോലും ഇക്സിഗോ, അതുപോലെ തന്നെ ഈസ് മൈ ട്രിപ്പ്,
ഇങ്ങനെയുള്ള കോക്സ് ആൻഡ് കിങ്സ് ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ടൂർ പാക്കേജസും ചെയ്യുന്ന ഏജൻസികൾ അവർ തന്നെത്താനെ ഈ പറയുന്ന ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ ഉദയ്പൂരിലെ മാർബിൾ പ്രോസസ്സേഴ്സ് കമ്മിറ്റി അവർ 3000 കോടി രൂപയുടെ മാർബിൾ ഇമ്പോർട്ട് ചെയ്ത് ഒരു പ്രോസസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് തുർക്കിയിൽ നിന്ന്. അവർ ഇനി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല എന്നും മാത്രമല്ല സർക്കാർ ഉപരോധം ഉണ്ടാകണമെന്ന് പറഞ്ഞൊരു അപേക്ഷയും കൊടുത്തിട്ടുണ്ട്. ഹർഷ് ഗോയങ്ക പോലുള്ള വളരെ വലിയ വ്യവസായികൾ ശക്തമായി അവിടുത്തെ സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൂറ് ചെയ്യാൻ പാടില്ല, അവരുമായിട്ട് വ്യാപാരം ചെയ്യരുത് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ആഹ്വാനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അപ്പം ഇൻഡസ്ട്രി വെറ്ററൻസ് ലീഡേഴ്സ് ഇത് ഒരു വലിയ തോതിലുള്ളൊരു മൂവ്മെൻ്റ് ആകുകയും ഏതാണ്ട് 3000 കോടി രൂപയുടെ ഒരു നഷ്ടം ഈ പറയുന്ന രാഷ്ട്രങ്ങളിലേക്ക് ഉണ്ടാവും. ഏതാണ്ട് 10%. അതായത് ഈ 2022 60,731 പേരാണ് ഇന്ത്യയിൽ നിന്ന് ടർക്കിയിലേക്ക്. 2024 ആയപ്പോൾ അത് 2,43,000 പേര്. ടർക്കിയല്ല, അസർബൈജാൻ. അതായത് 60,000-ൽ നിന്ന് 2,43,000 പേരാണ്. അപ്പം ഇതൊരു ആസ് എ ഡെസ്റ്റിനേഷൻ ഒരു റോബസ്റ്റായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇനി പോകുന്നില്ല എന്ന് വയ്ക്കുമ്പം ഏതാണ്ട് ഈ അസർബൈജാനിൻ്റെ 10% GDP കോൺട്രിബ്യൂഷൻ ടൂറിസത്തിൽ നിന്നാണ്. ഭാരതം മാത്രമല്ല, പക്ഷേ അതിൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെയുള്ള ഈ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ ലോജിസ്റ്റിക്സ്, ടാക്സി ഇങ്ങനെയുള്ള ഒരു വലിയ മേഖലയാണ് ഈ ഹോസ്പിറ്റാലിറ്റി. അതിനെ ബാധിക്കും. അതുപോലെ തന്നെ എയർലൈൻസ് വലിയ ഇടിവുണ്ടാവും. അതുപോലെ തന്നെ എയർലൈൻസ് അവരുടെ ഈ ട്രാവലും ഇതും ടർക്കിഷ് എയർലൈൻസ് പോലുള്ള 2.5 lakhs എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സ്മോൾ ഫിഗർ. പിന്നെ മൈസ് മീറ്റിംഗ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ് ഇങ്ങനെയുള്ള ഈ കമ്പനികളുടെ ഒരു ഡെസ്റ്റിനേഷനാണ് അവർ പെർഫോം ചെയ്യും. അപ്പം ഈ മൈസിൻ്റെ ഇത് ഡെസ്റ്റിനേഷൻ മാറും. ഇവരാരും പോകില്ല എന്നല്ല. അപ്പം ഈ രാഷ്ട്രങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തില്ലെങ്കിൽ അതുപോലെ അടുത്ത രാജ്യമുണ്ട്. ഇന്ന് ഗ്രീസ് വളരെ ശക്തമായിട്ട് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ ഗ്രീസ് അവരുടെ ഒരു കാര്യങ്ങളിലേക്ക് വലിയ തോതിൽ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് തൊട്ടടുത്ത രാഷ്ട്രം അത്. അതെ. സോ വി വിൽ ചൂസ് ഗ്രീസ്. അപ്പോൾ അതിനകത്തുള്ള അതുപോലെ തന്നെയാണ് വെഡ്ഡിങ്സ്, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ്, ഇങ്ങനെയൊക്കെ ഈ വലിയ തോതിലുള്ള ഒരുപാട് ഇവൻറ്റ്സ് ഇനി പൊക്കോണ്ടിരുന്നത് ഇല്ലാതാകും. ആ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആവും. ഒന്നുകിൽ അത് ഭാരതത്തിൽ തന്നെ നടക്കും, അല്ലെങ്കിൽ അത് വേറെ ഈ ഗ്രീസ് പോലുള്ള വേറെ ഡെസ്റ്റിനേഷനിലേക്ക് മാറും. അപ്പോൾ ഈ ഗ്രീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഭാരതീയർക്കുണ്ട്. ഏതാണ്ട് ഇപ്പോൾ തന്നെ അവിടുത്തെ ടൂറിസം മേഖലയിൽ ഏതാണ്ട് 80,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേക്കൻ്റ് ആണ്, അൺഫിൽഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഷിഫ്റ്റ് വരികയാണെങ്കിൽ വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ, കാരണം യൂറോപ്പിൽ ജനറലി ഒരു ഏജിങ് പോപ്പുലേഷൻ, അവിടെ ജോലി ചെയ്യാൻ ആളില്ല, പോപ്പുലേഷൻ കുറവ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഗ്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം അതിന് ഇന്ത്യൻ ഫുഡ്, സാധാരണ ഭാരതീയർ ട്രാവൽ ചെയ്യുമ്പം ഒരു യൂറോപ്യൻ ഫുഡൊക്കെ അത്ര ഇതല്ല. പിന്നെ പലരും വെജിറ്റേറിയൻ ആണ് ഭാരതത്തിൽ നിന്ന് വരുന്ന ഗ്രൂപ്പുകൾ. ഈ ജെയിൻ ഗ്രൂപ്പിൻ്റെ ഏതാണ്ട് ഒരു വലിയ ഗ്രൂപ്പ്, ഏതാണ്ട് 10,000 പേരുടെ ഗ്രൂപ്പ്, ഒരു വലിയ 1000 പേരുടെ എങ്ങാണ്ടൊരു ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ജെയിൻസൊക്കെ ട്രാവൽ ചെയ്യുന്ന അവർക്ക് അവരുടേതായ ഫുഡ് പ്രിഫറൻസസും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഭാരതത്തിന് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ ഇന്ത്യൻ ആളുകൾക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ടായേക്കാം. അപ്പം നാച്ചുറലി ഇവർ ഈ പറയുന്ന ഒരു അന്ധമായ റിലീജിയൻ മാത്രം ബേസ് ചെയ്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്നും ആ പാകിസ്ഥാനെ ട്രേഡ് നോക്കാതെ, ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് നോക്കാതെ, അവരുടെ തന്നെ ഇൻട്രസ്റ്റ് നോക്കാതെ എടുത്തു ചാടി മതം മാത്രം മുന്നിൽ നിർത്തി സപ്പോർട്ട് ചെയ്ത രണ്ട് രാഷ്ട്രങ്ങൾക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക തിരിച്ചടി തന്നെ ആവും. അതിനി റിക്കവറി ചെയ്യാനായിട്ട് എന്തൊക്കെ ഇത് ചെയ്യും അവർ. ഞാൻ പറയുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ട ഈ ഒരു സൗഹൃദം
തിരിച്ചു കിട്ടുന്ന കാര്യം വലിയ പ്രയാസം. തുർക്കി ഇപ്പം ഇവിടെ നമുക്കറിയാം 1921 കാലിഫൈറ്റ് എന്നൊക്കെ പറയുന്നത് ഈ ഇതിൻ്റെയൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ളതായിരുന്നു. അപ്പം മതമാണ് ഈ പറയുന്ന ആളുകളുടെ. എന്നാൽ നമ്മൾ UAE ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഇങ്ങനെ ഈ സൗദി അറേബ്യ പോലുള്ള ഏറ്റവും അതിൻ്റെ ഈ പറയുന്ന മക്കയും മദീനയൊക്കെ ഉള്ള ഒരു രാഷ്ട്രത്തിൽ സപ്പോർട്ട് ഇയാൾ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന ഒരു ടെറർ റോങ് സ്റ്റേറ്റ് ആയിട്ടുള്ള പാകിസ്ഥാനിലേക്ക് കൊടുത്തിട്ടില്ല. അപ്പം മതം നോക്കിയല്ല ഇന്നത്തെ ലോകം ബിസിനസ് ചെയ്യുന്നത്. ഇന്ന് ട്രേഡാണ് വാർ, ഉപരോധങ്ങളാണ് ഇന്ന് ഒരു ആയുധമായി കാണുന്നത്. ചുങ്കമാണ് ഇന്ന് ഒരു യുദ്ധസമാനമായ രീതിയിൽ അമേരിക്ക അതിനെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ബ്ലണ്ടറാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും കാണിച്ചതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.